ചിലരുടെ അനുമാനങ്ങളെയും പ്രവചനങ്ങളെയും എക്സിറ്റ് പോളുകളെയും എല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു സുനാമി അടുപ്പിച്ച് UDF കരുത്തുറ്റ വിജയം നേടിയത്. കഷ്ടിച്ച് കടന്നുകൂടുമെന്ന സർവേ ഫലങ്ങളെ തിരുത്തി സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചതിന് കാരണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനവികാരമാണ്. മത സാമുദായിക ഭേദമോ പ്രാദേശിക വ്യത്യാസമോ ഇല്ലാതെ എല്ലാ മേഖലയിൽ നിന്നും ജനം LDFനെതിരെ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ സംഭവിച്ച വ്യാപകമായ ചോർച്ചയും തരംഗത്തെ സ്വാധീനിച്ചു. വോട്ടെടുപ്പിന് മുമ്പും പിൻപും നടന്ന സർവേകളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പോയ തരംഗമാണ് UDFനെ സ്വപ്നതുല്യമായ വിജയത്തിലേക്ക് എത്തിച്ചത്. പരമാവധി 90 സീറ്റാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് പ്രവചിച്ചിരുന്നത്. എന്നാൽ അതുക്കും മേലെയുള്ള വിജയമാണ് ജനങ്ങൾ UDFനായി ഒളിപ്പിച്ചു വെച്ചത്. ഇതിന്റെ മുഖ്യ കാരണം സർക്കാരിനും അതിന്റെ മുഖ്യനായകനുമായ പിണറായി വിജയനുമെതിരായ വികാരമാണ്. വികസനത്തിനും ക്ഷേമത്തിനും അപ്പുറം തുലനം ചെയ്തത് ധാർഷ്ട്യവും ധിക്കാരവും അധികാരഭ്രമവും നിറഞ്ഞ ഭരണശൈലിയാണ്. ഇതോടെ സുനാമി കണക്കെ സംസ്ഥാന വ്യാപകമായി UDF തരംഗം ആഞ്ഞു വീശി. ഇടതിന്റെ നെടുങ്കോട്ടകളായി കരുതിപ്പോന്നിരുന്ന തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും പേരാമ്പ്രയുമെല്ലാം കടപുഴകി. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ പോലും വിജയിച്ചു കയറാൻ നന്നായി വിയർക്കേണ്ടി വന്നുവെന്ന് പറയുമ്പോൾ UDFന്റെ പ്രഹരശേഷി എന്തെന്നത് വ്യക്തമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ കരുത്തിലാണ് LDF ഇത്രയെങ്കിലും സീറ്റിലേക്ക് വന്നത്. സാമുദായിക ധ്രുവീകരണം പോലെ പതിവ് ന്യായീകരണം കൊണ്ട് പരാജയത്തെ ന്യായീകരിക്കാൻ CPIMനോ LDFനോ കഴിയില്ല. കാരണം മതജാതി വ്യത്യാസമോ മലയോരമെന്നോ തീരപ്രദേശമെന്നോ കണക്കാക്കാതെ എല്ലാ ജനങ്ങളും സർക്കാരിനെതിരെ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. UDFന് രാഷ്ട്രീയ വോട്ടിനും സർക്കാർ വിരുദ്ധ വികാരത്തിനുമൊപ്പം സ്ഥിരമായ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ മാറി ചിന്തിച്ചതും തരംഗത്തിന്റെ പ്രവേഗം കൂട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിശ്വാസ വിഷയങ്ങളും ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി VN വാസവനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയതിന്റെ ശിക്ഷയാണ് LDFന്റെ ദയനീയ തോൽവി. തിരുത്തുമെന്ന പറച്ചിലില്ലാതെ ഭരണശൈലിയിലോ ഇടപെടലുകളിലോ ഒരു മാറ്റവുമില്ലാതെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന ചോദ്യവുമായി വന്നവരെ വോട്ടർമാർ പറപ്പിച്ചു കളഞ്ഞു. അടിസ്ഥാന വോട്ടുകൾ വരെ ചോർച്ചയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വസ്തുതാപരമായി സമീപിക്കുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി കേരളത്തിൽ ശോഭനമല്ല. UDFന്റെ വമ്പൻ ജയത്തിന് കാരണമായി എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. സർക്കാരിനെതിരായ വികാരം ജനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രതിപക്ഷം ടീം UDF എന്ന നിലയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ അകമഴിഞ്ഞ പിന്തുണ ഉറപ്പാക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്തു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KC വേണുഗോപാൽ തന്നെ നേരിട്ടിറങ്ങുകയും ചെയ്തു. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും UDFനെ ഭരണത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.